നെക്സ്റ്റ് നോക്കാനുള്ളത് റിസീവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആണ്. ഇതൊരു പ്രോബ്ലത്തിനേക്കാൾ കൂടുതൽ തിയറി പാർട്ട് വരാവുന്നൊരു ഏരിയ ആണ്. ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ, വേറെ പ്രോബ്ലം ആയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ പറഞ്ഞു, അത് കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ലിക്വിഡേഷൻ്റെ സമയത്ത് അപ്പോയിൻറ്റ് ചെയ്യുന്ന ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. നമ്മൾ ഏതൊക്കെ അസറ്റ് റിയലൈസ് ചെയ്തു, അതിൽ നിന്ന് എത്ര ഇൻകം കിട്ടി, സർപ്ലസ് കിട്ടി, അത് യൂസ് ചെയ്തിട്ട് എത്ര ലയബിലിറ്റീസ് മീറ്റ് ചെയ്തു, അതിന് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യും. അതുപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് 3 സിറ്റുവേഷൻസിലായിരിക്കും. ഒന്ന്, ലിക്വിഡേഷൻ്റെ സമയത്ത്, കമ്പനിക്ക് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന എമൗണ്ട്, അവർക്ക് കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് അത് പേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു റിസീവറെ അപ്പോയിൻറ്റ് ചെയ്യും. ആൻഡ് ആ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റിസീവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിസീവർ ആരാണെന്നാണ് ഫസ്റ്റ് നോക്കേണ്ടത്. He is an independent person appointed as receiver. Is an independent person. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ് റിസീവർ എന്ന് പറയുന്നത്. ആൻഡ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് കേസ്, ഓൺ ദ ഫെയിലിയർ ഓഫ് കമ്പനി ടു പേ ദെയർ ഇൻട്രസ്റ്റ്. കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് അത് പേ ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും? ചിലപ്പോൾ ഹാഫ് ഇയർലി വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാകും, ചിലപ്പോൾ മന്ത്ലി വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതിനനുസരിച്ച് കമ്പനിക്ക് അത് മീറ്റ് ചെയ്യാൻ കഴിയാതെ വരികയാണ്, പേ ചെയ്യാൻ കഴിയാതെ വരികയാണ്. അങ്ങനെ അത് അക്യുമുലേറ്റ് ചെയ്ത് പോവുകയാണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നില്ല. ദെൻ ഓൺ ദ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ദ ഡ്യൂ ഡേറ്റ്, ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സ് പേ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എത്തുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് കമ്പനിക്ക് അവർക്ക് തിരിച്ചു നൽകാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ്. ഓർ ഓൺ ദ ലിക്വിഡേഷൻ ഓഫ് ദ കമ്പനി, ഓർ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ആ സിറ്റുവേഷൻസിൽ കമ്പനിക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, എമൗണ്ട് മതിയാവാതെ വരുന്ന കണ്ടീഷൻസ്. ഈ സിറ്റുവേഷനിലൊക്കെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് കിട്ടാതെ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒരു റിസീവറെ അപ്പോയിൻറ്റ് ചെയ്യും. ഈ റിസീവർ എന്താ ചെയ്യുന്നത്? ഹീ റിയലൈസസ് ദ അസറ്റ് വിച്ച് ആർ സ്പെസിഫിക്കലി ചാർജ്ഡ്. എന്ത് ചെയ്യും? നമ്മളറിയാം, നമുക്ക് ഡിബഞ്ചേഴ്സിന് സെക്യൂരിറ്റി ആയിട്ട് ചിലപ്പം ചില അസറ്റ് വെക്കാം. അതർവൈസ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ ഏതൊരു അസറ്റിലും ഒരു ജനറൽ ചാർജ് ഉണ്ടായിരിക്കും. വൈൻഡിങ് അപ്പിൽ ഒരു സ്പെഷ്യൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിബഞ്ചർ ഹോൾഡേഴ്സിനായിരിക്കും പ്രയോറിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ സ്പെസിഫിക്കലി ചാർജ് ചെയ്തിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടാകും. ചില കേസിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ് സ്പെസിഫിക്കലും ഉണ്ടാകും. അങ്ങനെ സ്പെസിഫിക്കലി അല്ലെങ്കിൽ ജനറലി ചാർജ് ചെയ്തിട്ടുള്ള അസറ്റ് എന്തൊക്കെയാണോ ആ ഒരു അസറ്റ് റിസീവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയലൈസ് ചെയ്യാം, അല്ലെങ്കിൽ സെയിൽ ചെയ്യാം. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അവർക്ക് കിട്ടാനുള്ള എമൗണ്ട് റിയലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിസീവർ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് ലിക്വിഡേറ്റർ ചെയ്യുന്നത് പോലെ തന്നെ അസറ്റ്സ് റിയലൈസ് ചെയ്യാന്നുള്ളതാണ്. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യും? ദ സർപ്ലസ് എമൗണ്ട് ആഫ്റ്റർ റിസീവേഴ്സ് റെമ്യൂണറേഷൻ ആൻഡ് എക്സ്പെൻസസ് ആർ ടു ബി പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതിനുശേഷം എന്ത് ചെയ്യും? കിട്ടിയ ഇൻകം യൂസ് ചെയ്തുകൊണ്ട്, നമ്മൾ ലിക്വിഡേറ്റർ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഒരു ചാർജ് ഉണ്ടാകും, ഒരു റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ റിസീവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്തും റിസീവർക്ക് ഒരു റെമ്യൂണറേഷൻ ഉണ്ടാകും. ആ ഒരു റെമ്യൂണറേഷൻ പേ ചെയ്ത് കഴിഞ്ഞ് ആൻഡ് റിസീവർക്ക് വന്ന എക്സ്പെൻസസും മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന സർപ്ലസ് എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതും കഴിഞ്ഞ് നമുക്കൊരു സർപ്ലസ് വരുന്ന സിറ്റുവേഷൻ, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു, ബാക്കി വരുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി എമൗണ്ട് വരികയാണെങ്കിൽ നമുക്കത് ലിക്വിഡേറ്ററിന് പേ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. ലിക്വിഡേറ്റർ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ
ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റിസീവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് റിസീവറാണ്. റിസീവറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സാണ്. 3 സിറ്റുവേഷനാണ് ഈ ഒരു റിസീവർ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നത്. ആൻഡ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇങ്ങനൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിലാണ് ഇങ്ങനൊരു റിസീവറെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 30th September 2019 ബാലൻസസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് നമുക്ക് ഏതൊക്കെയാണുള്ളത്? ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 കാറ്റഗറീസ് പെയ്ഡപ്പ് ഉണ്ട്, പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ദെൻ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ദെൻ അൺസെക്യൂർഡ് ആയിട്ട് വരുന്ന ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ദെൻ മോർട്ട്ഗേജ് ലോൺ തന്നിട്ടുണ്ട്. പിന്നെ അരിയേഴ്സാണ്, ഇൻകം ടാക്സ് അരിയേഴ്സ്, അതായത് 2 ഇയറായിട്ട് പ്രീവിയസ് ഇയർ 2017-18 ആൻഡ് 18-19 2 ഇയറിലെ അസസ്മെൻറ്റ് ഇയറിൽ എന്ത് കൊടുത്തിട്ടില്ല, ടാക്സ് പേ ചെയ്തിട്ടില്ല, അരിയറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്യണം. അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് നിൽക്കുകയാണ്. ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് അത്രയാണ്. നമ്മളുടെ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത്രയാണ്. ആൻഡ് അസറ്റ് ആൻഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ നെഗറ്റീവ്, അതൊക്കെയാണ് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആയിട്ടുണ്ടാവുക. അങ്ങനെ തന്നിട്ടുള്ളതിൽ നമുക്ക് അസറ്റിൻ്റെ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെയും ആൻഡ് സൺട്രി അസറ്റ്സിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. ആൻഡ് സർപ്ലസ് അക്കൗണ്ടിൽ നമുക്ക് നെഗറ്റീവ് ബാലൻസ് ആണ്, അതായത് ലോസ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസസ് നോട്ട് റിട്ടേൺ ഓഫ്, റൈറ്റ് ഓഫ് ചെയ്യാത്ത ഡിബഞ്ചർ എക്സ്പെൻസസും തന്നിട്ടുണ്ട്. ആൻഡ് ബാക്കി ഇൻഫോർമേഷനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്, അഡീഷണൽ ഇൻഫോർമേഷനായിട്ട് തന്നിട്ടുള്ളത്, മോർട്ട്ഗേജ് ലോൺ വാസ് സെക്യൂർഡ് അഗെയിൻസ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വെച്ചുകൊണ്ടാണ് നമ്മൾ മോർട്ട്ഗേജ് ലോൺ അവെയിൽ ചെയ്തിട്ടുള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് വർ സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ഓൾ അതർ അസറ്റ്. എന്താ, ഇതിൽ ജനറൽ ചാർജാണ്, എല്ലാ അസറ്റിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ചാർജുണ്ട്. സ്പെസിഫിക്കൽ അസറ്റ് വെച്ചുകൊണ്ടല്ല, ഡിബഞ്ചർ ഹോൾഡേഴ്സ് എല്ലാ അസറ്റിലും ചാർജുണ്ട്. ആൻഡ് ദ കമ്പനി വാസ് അൺഎബിൾ ടു മീറ്റ് the payment and therefore the debenture holders appointed a receiver and this was followed by resolution for members voluntary winding up. എന്ത് ചെയ്തു? കമ്പനിക്ക് അവരുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ കഴിയാതെ വന്ന സിറ്റുവേഷനിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തു? ഒരു റിസീവറെ അപ്പോയിൻറ്റ് ചെയ്തു. അവരെന്ത് ചെയ്യും? ദ റിസീവർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ബ്രോഡ് ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടു ഓപ്ഷൻ ആൻഡ് റിയലൈസ്ഡ് 3 lakh. അസറ്റ് റിയലൈസ് ചെയ്യാണ് ചെയ്യുക പിന്നെ റിസീവർ. അങ്ങനെ റിയലൈസ് ചെയ്ത സമയത്ത് റിസീവർ എന്ത് ചെയ്തു? ലാൻഡ് ആൻഡ് ബിൽഡിങ് ഓപ്ഷൻ ചെയ്ത് 3 lakh rupees-ആണ് അവിടെ റിയലൈസ് ചെയ്തിട്ടുള്ളത്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ആക്ച്വൽ വാല്യൂ 2,40,000 ആണ്. റിയലൈസ് ചെയ്ത സമയത്ത് നമുക്ക് 3 lakh rupees-ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു അഡീഷണലായിട്ട് നമുക്കൊരു സർപ്ലസ് എമൗണ്ട് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കിട്ടിയിരിക്കുന്ന ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിസീവർക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അത് മോർട്ട്ഗേജ് ലോണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സെക്യൂരിറ്റി വെച്ചുകൊണ്ടാണ്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിയലൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന 3 lakhൽ 1,60,000 നമ്മൾ മോർട്ട്ഗേജ് ലോണായിട്ട് കൊടുക്കണം, അത് മീറ്റ് ചെയ്യണം. ബാക്കി വരുന്ന എമൗണ്ട് നമുക്ക് സർപ്ലസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് എന്താണ് വരുന്നത്? ഓൾസോ ടുക്ക് ചാർജ് ഓഫ് ദ സൺട്രി അസറ്റ്സ് ഓഫ് ദ വാല്യൂ 4,80,000 ആൻഡ് റിയലൈസ്ഡ് 4 lakh. സൺട്രി അസറ്റ്സ് നമുക്ക് എത്ര ഉണ്ട്? ബാലൻസ് ഷീറ്റിൽ 7,90,000 തന്നിട്ടുണ്ട്. അതിൽ 4,80,000 വരുന്ന അസറ്റ്സ് റിസീവർ ടേക്ക് ഓവർ ചെയ്തു. ആൻഡ് അതിൽ 4 lakh rupees-ആണ് റിയലൈസ് ചെയ്ത സമയത്ത് 4 lakh rupees-ആണ് കിട്ടിയിട്ടുള്ളത്, അതായത് അസറ്റ് റിയലൈസ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. പിന്നെ ദ ലിക്വിഡേറ്റ് റിയലൈസ്ഡ് 2 lakh ഓൺ ദ സെയിൽ ഓഫ് ബാലൻസ് ഓഫ് സൺട്രി കറണ്ട് അസറ്റ്. ബാക്കി എമൗണ്ട് 7,90,000-ൽ 4,80,000 മാത്രമാണ് റിസീവർ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. ബാക്കി അസറ്റ് ലിക്വിഡേറ്ററാണ് റിയലൈസ് ചെയ്തത്. അങ്ങനെ റിയലൈസ് ചെയ്തപ്പോൾ അവർക്ക് 2 lakh rupees-ആണ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ലിക്വിഡേറ്റർ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കേണ്ട എമൗണ്ടാണ്. ആൻഡ് the bank overdraft was secured by a personal guarantee of the 2 directors of the company and on the bank raising a demand the director paid of the dues from their own personal resources. എന്ത് ചെയ്തു? ബാങ്ക് ഓവർഡ്രാഫ്റ്റ്
അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നത് കമ്പനിയുടെ 2 ഡയറക്ടേഴ്സാണ്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പേ ചെയ്യേണ്ട സമയം വന്നപ്പോൾ ഡയറക്ടേഴ്സ് അവരുടെ കയ്യിലുള്ള പേഴ്സണൽ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടാണ് എമൗണ്ട് പേ ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 60,000 ആണ്. ആ ഒരു എമൗണ്ട് അവർ പേഴ്സണൽ റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡയറക്ടേഴ്സിന് ആ ഒരു എമൗണ്ട് തിരിച്ചു കൊടുക്കണം. 60,000 എമൗണ്ട് തിരിച്ചു കൊടുക്കണം. ഓക്കെ. ദെൻ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ റിസീവർ വർ 4,000 ആൻഡ് ലിക്വിഡേറ്റർത് 5,600 ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. അത് രണ്ട് റിസീവറിൻ്റെയും ലിക്വിഡേറ്ററിൻ്റെയും ഇത് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് അക്കൗണ്ടിൽ എഴുതാനുള്ളതാണ്. പിന്നെ റിസീവർ were not entitled to any remuneration, but the liquidator was to receive 3% fee on the values of asset realized by him. റിസീവർക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് റെമ്യൂണറേഷനൊന്നും ചാർജ് ചെയ്യേണ്ടതില്ല, നമുക്ക് തന്നിട്ടില്ല. ലിക്വിഡേറ്റർ കേസിൽ 3% ആണ് വാല്യൂ ഓഫ് അസറ്റ് റിയലൈസ് ചെയ്തിട്ടുള്ള എമൗണ്ട്. അതായത് 2 lakh ആണ് ലിക്വിഡേറ്റർ എന്ത് ചെയ്തിട്ടുള്ളത്, റിയലൈസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 3% ഇവിടെ ലിക്വിഡേറ്റർക്ക് റെമ്യൂണറേഷനായിട്ട് പേ ചെയ്യണം. പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാഡ് നോട്ട് ബീൻ പെയ്ഡ് ഡിവിഡൻഡ് ഫോർ പീരീഡ് ആഫ്റ്റർ 30th September 2017 ആൻഡ് ഇൻട്രസ്റ്റ് ഫോർ ദ ലാസ്റ്റ് ഹാഫ് ഇയേഴ്സ് വാസ് ഡ്യൂ ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അരിയറായിട്ട് കിടക്കുന്നത് എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് 30th September 2017 വരെ പേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കി 2 ഇയറിലത് അരിയറായിട്ട് കിടക്കുന്നുണ്ട്, അത് നമ്മൾ പേ ചെയ്യണം. അതുകൂടാതെ എന്തുണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഹാഫ് ഇയർ ആയിട്ട് അല്ലെങ്കിൽ 6 monthലെ ഇൻട്രസ്റ്റും പേ ചെയ്തിട്ടില്ല, അതും നമ്മൾ പേ ചെയ്യേണ്ടതാണ്. ഇത്രയും ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്യേണ്ടത് റിസീവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആണ്. ഇത് സാധാരണ നമ്മൾ ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ റെസീപ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ദെൻ സ്പെസിഫിക്കലി പ്ലഡ്ജ് ചെയ്തിട്ടുള്ള അസറ്റ് എന്തെങ്കിലും റിയലൈസ് ചെയ്തെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ്, അത്രയും എമൗണ്ടാണ് എടുക്കേണ്ടത്. ആൻഡ് പേയ്മെൻറ്റ് സൈഡ് ആണെങ്കിൽ റിസീവർക്ക് വരുന്ന റെമ്യൂണറേഷൻ, റിസീവർക്ക് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആൻഡ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ്സ്, അത്രയും കഴിഞ്ഞതിന് ശേഷം സർപ്ലസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് സർപ്ലസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ലിക്വിഡേറ്ററിന് പേ ചെയ്യും, അല്ലെങ്കിൽ ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അസറ്റ് റിയലൈസ് ചെയ്ത സമയത്ത് എത്ര കിട്ടിയിട്ടുണ്ട്? 4 lakh കിട്ടിയിട്ടുണ്ട്. 4,80,000 അസറ്റ് റിയലൈസ് ചെയ്തു. 4 lakh rupees കിട്ടിയിട്ടുള്ളത്. സ്പെസിഫിക്കലി പ്ലഡ്ജ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. ഇതാരാണ്? റിസീവർ റിയലൈസ് ചെയ്തിട്ടുള്ള പാർട്ട് മാത്രമാണ് റിസീവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ് സെയിൽ ചെയ്ത സമയത്ത് പറഞ്ഞു, ലാൻഡ് ആൻഡ് ബിൽഡിങ് മോർട്ട്ഗേജ് ലോണിന് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു അസറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 3 lakhൽ മോർട്ട്ഗേജ് ലോണിൻ്റെ 1,60,000 കഴിഞ്ഞ് വരുന്ന ഭാഗം മാത്രമാണ് നമുക്ക് എന്തായിട്ട് സർപ്ലസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് സർപ്ലസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു. സോ 2 എമൗണ്ടാണ് നമുക്ക് റിസീപ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഒന്ന് അസറ്റ് റിയലൈസ് ചെയ്ത വാല്യൂ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിയലൈസ് ചെയ്തപ്പോൾ കിട്ടിയ സർപ്ലസ്, സ്പെസിഫിക്കലി പ്ലഡ്ജ് ചെയ്ത അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ കിട്ടിയ സർപ്ലസ്. ഇത് രണ്ടുമാണ് റിസീവർ റിയലൈസ് ചെയ്തിട്ടുള്ള എമൗണ്ട്. ഇനി അത് യൂസ് ചെയ്ത് പേ ചെയ്യേണ്ടത് റിസീവർക്ക് വന്ന എക്സ്പെൻസസ് ആണ്. ഇവിടെ റെമ്യൂണറേഷൻ ഇല്ല, അപ്പോൾ അത് നോക്കണ്ട. ആൻഡ് ആഫ്റ്റർ കോസ്റ്റാണ് വരുന്നത്. കോസ്റ്റ് 4,000 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെയാണ് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം വേജസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസ്, ഡ്യൂ ആയിരിക്കുന്ന വേജസ്, പിന്നെ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സ് ഒക്കെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ കാറ്റഗറിയിൽ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടാക്സ് 2 ഇയറിൽ അരിയറായിട്ട് ടാക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ടാണ് എന്ത് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. 52,000 2 അസസ്മെൻറ്റ് ഇയർത്തത് തന്നിട്ടുണ്ട്, അത് രണ്ടും നമ്മൾ പേ ചെയ്യണം. അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെത് പേ ചെയ്തു 52,000. പിന്നെ നമ്മൾ ബാലൻസ് വരുന്ന എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യുന്നതിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3 lakh അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ളത്.
പ്ലസ് ലാസ്റ്റ് 6 മന്തിലെ ഇൻട്രസ്റ്റ് കൂടെ ഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേ ചെയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് കൂടെ 3 ലാഖിൻ്റെ 13% ആണ് ഇൻട്രസ്റ്റ് ഇൻറ്റു 6 മന്ത്. 6/12 ചെയ്താൽ 19,500 കിട്ടും ഇൻട്രസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 എമൗണ്ട് കൂടെ നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കും. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ, സർപ്ലസ് ഉണ്ടെങ്കിൽ, അത് നമ്മൾ ലിക്വിഡേറ്ററെ ഫൈനൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1,64,500. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതാണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലിക്വിഡേറ്റർ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആണ്. ഡിഫറൻസ് വരുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന സർപ്ലസ് വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. എന്താണ്, അവർ ലിക്വിഡേറ്റർ റിയലൈസ് ചെയ്തിരിക്കുന്ന അസറ്റ് 2 ലാഖ് ഉണ്ട്. ആൻഡ് ഓക്കെ, ഫസ്റ്റ് അത്രയാണ് നമുക്ക് ആ ഒരു റെസീപ്റ്റ് സൈഡിൽ ഫസ്റ്റ് വരിക. ഇത് നമുക്ക് ലാസ്റ്റ് എഴുതേണ്ട എമൗണ്ടാണ്. ദെൻ അത് യൂസ് ചെയ്ത് നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്തത് എങ്ങനെയാണ്? ലിക്വിഡേഷൻ എക്സ്പെൻസ് 5,600 തന്നിട്ടുണ്ട്. ദെൻ ലിക്വിഡേറ്റർ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അസറ്റ് റിയലൈസ് ചെയ്ത വാല്യൂൻ്റെ 3% ആണ്. അതായത് 2 ലാഖിൻ്റെ 3% ലിക്വിഡേറ്റർ റെമ്യൂണറേഷനാണ്. അത് കഴിഞ്ഞ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെയാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെയും ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെ ആയിരിക്കും. ഫോർമാറ്റിൽ ഉണ്ടാകും. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കുള്ളത് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൽ തന്നെ നമുക്ക് അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇനി നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മീറ്റ് ചെയ്യാനില്ല, അത് ഓൾറെഡി ഡയറക്ടേഴ്സ് പേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ആർക്കാണ് പേ ചെയ്യേണ്ടത്? ഡയറക്ടേഴ്സിനാണ് പേ ചെയ്യേണ്ടത്. സോ പേയ്മെൻറ്റ് ഡ്യൂ ടു ഡയറക്ടേഴ്സ് 60,000. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് 60,000 നമ്മൾ ഇനി ഡയറക്ടേഴ്സിനാണ് കൊടുക്കാനുള്ളത്. ഇത് രണ്ടുമാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ വരുന്നത്. അതും കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അതിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് 2 ലാഖാണ്. പ്ലസ് 2 ഇയറിലെ ഡിവിഡൻഡ് ഉണ്ട്. 2 ലാഖിൻ്റെ 11% ആണ് ഡിവിഡൻഡ്. അത് 2 ഇയറിലത് അരിയറായിട്ട് കിടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 44,000. അപ്പോൾ ഇത്രയും എമൗണ്ടാണ് നമുക്ക് പേ ചെയ്യാൻ ഇപ്പോൾ ഉള്ളത്. ഇനി അത് കഴിഞ്ഞ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് ഉണ്ടായിരുന്നത് 1,64,500 പ്ലസ് 2 ലാഖാണ് നമുക്കുള്ള ഇൻകം എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്ത് നമ്മൾ ഇത്രയും എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് ഇൻകം സൈഡ് 3,64,500 ഉണ്ട്. അത് യൂസ് ചെയ്ത് നമ്മൾ ഇത്രയും എമൗണ്ട് പേ ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് നെഗറ്റീവ് ബാലൻസ് ആയിട്ടാണ് കിട്ടുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് സർപ്ലസ് എമൗണ്ട് ഒരു ചെറിയ പോർഷൻ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഈക്വലി ഓർ പ്രൊപ്പോർഷനേറ്റ്ലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അലോക്കേറ്റ് ചെയ്യുമെന്നാണ് നോക്കിയത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഡെഫിഷ്യൻസി ആണ് വരുന്നത്. അപ്പോൾ ഡെഫിഷ്യൻസി വരുന്ന സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഒരു കോള്, ഇനി അഡീഷണൽ ഒരു കോള് വിളിക്കാനുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ട്. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൽ 2.5 കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കോള് വിളിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡെഫിഷ്യൻസിനെ മാറുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു കോള് ചെയ്യുകയാണെങ്കിൽ, അതായത് 10,000 ഷെയർ ഹോൾഡേഴ്സ് 7.5 റുപ്പീസ് മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ. ബാക്കി വരുന്ന 2.5 കൂടെ കമ്പനി കോൾ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് 25,000 റുപ്പീസാണ് റേസ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സർപ്ലസ്, അതായത് ഇപ്പോൾ ഡെഫിഷ്യൻസി ഉള്ളത് അവരുടെ സർപ്ലസ് ആയിട്ട് മാറും 9,900 ആയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഷെയർ ഹോൾഡറിന് എത്ര സർപ്ലസ് വരും? നമ്മൾ നേരത്തെ ചെയ്തു, സർപ്ലസ് ആണെങ്കിലും ലോക്കോസ് ആണെങ്കിലും ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഒരു ഷെയർ ഹോൾഡറിന് വരുന്ന സർപ്ലസ് അല്ലെങ്കിൽ ലോസ് എത്രയാണെന്നുള്ളത് മനസ്സിലാകും. ഇപ്പോൾ 9,900 ഡിവൈഡഡ് ബൈ, നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം 30,000 ആണ് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്ലസ് എന്നുള്ള സൈനാണ്, അതൊന്ന് ഡിവിഷൻ ആക്കുക. അപ്പോൾ 9,900 ഡിവൈഡഡ് ബൈ 30,000 ചെയ്യുന്ന സമയത്ത് നമുക്ക് 33 പൈസയാണ് ആൻസർ കിട്ടുക. അതായത് ഒരു ഷെയർ ഹോൾഡറിൻ്റെ സർപ്ലസ് എന്ന് പറയുന്നത് 33 പൈസയായിരിക്കും.
അവർക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ വിളിക്കുന്ന അഡീഷണൽ കോൾ വിളിക്കുന്ന സമയത്ത് 2.5 കോൾ ചെയ്യുന്നതിന് പകരം അവരുടെ സർപ്ലസ് എമൗണ്ട് കഴിഞ്ഞ് വരുന്ന ഭാഗം മാത്രം അഡീഷണൽ കോൾ ചെയ്താൽ മതി. 2.5 പകരം 2.5 മൈനസ് 0.33 പൈസ കുറച്ച് കഴിഞ്ഞാൽ 2.17 മാത്രം അവർ അഡീഷണലി കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. ബാക്കി അവരുടെ പ്രോഫിറ്റ് പാർട്ടാണ്. അപ്പോൾ അത് അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പനിയിലേക്ക് ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റാണ്. ബാക്കി എത്ര ചെയ്താൽ മതി? 2.75 വെച്ച് അവർ കമ്പനിയിലേക്ക് ഇനി കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓൾറെഡി പേ ചെയ്തിട്ടുള്ള 10 റുപ്പി പേ ചെയ്തിട്ടുള്ള കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവർക്കും എന്ത് ചെയ്യണം? ഈ 33 പൈസേൻ്റെ പ്രോഫിറ്റ് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? അവർ ഓൾറെഡി പേ ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്ന് 33 പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം, റീഫണ്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. റീഫണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഏരിയയിൽ എഴുതും. റീകോൾ ചെയ്യുന്ന എമൗണ്ട്, അഡീഷണലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഈ ഒരു സൈഡ്, കോൾ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് എഴുതുക. കോൾ ചെയ്യുന്നത് 10,000 ഇൻറ്റു 2.17 ആണ്. സോ 21,700 നമ്മൾ അഡീഷണൽ കോൾ ചെയ്യും. റീഫണ്ട് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ ഈ ഏരിയയിലാണ് എഴുതുക. അതായത് 20,000 ഷെയർ ഹോൾഡേഴ്സ് 10 റുപ്പീസാണ് പേ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അവർ എത്ര ചെയ്താൽ മതി? 33 പൈസ അവരുടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് അത്രയും പാർട്ട് അവർക്ക് തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സർപ്ലസ് എമൗണ്ട് അവർക്ക് തന്നെ തിരിച്ച് കൊടുക്കുകയാണ്. റീഫണ്ട് ചെയ്യുന്ന സമയത്ത് അപ്പം 20,000 ഇൻറ്റു 33 പൈസ 6,600 അവർക്ക് റീഫണ്ട് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഡെഫിഷ്യൻസീൻ്റെ കേസ് നോക്കിയിട്ടുണ്ട്, സർപ്ലസ് വരുന്ന കേസ് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ളത്. ഈ ഒരു ലിക്വിഡേറ്റർ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡെഫിഷ്യൻസി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലം ഏരിയയിൽ വരുന്നത്. ലിക്വിഡേറ്റർ റിസീവർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു പാർട്ടാണ്, പക്ഷേ തിയറി പാർട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അത് നോക്കാം. അതുകൂടാതെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, പിന്നെ കോൺട്രിബ്യൂട്ടറീസ്, ദെൻ ലിക്വിഡേഷൻ്റെ മെത്തേഡ്, ഇതൊക്കെ തിയറി പാർട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്റർ നോക്കുക. ഓക്കെ.